ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. രാവിലെ നീച്ച സമയത്ത് തന്നെ വേഗം ചായക്കാട്ടോ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിലേക്കൊരു കേക്കും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗ്രീൻ പീസ് കുറുമയും പിന്നെ നൂൽപുട്ടും ആട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നൂൽപുട്ടെന്ന് പറയാം, ചില നാട്ടിൽ ഇടിയപ്പം എന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് കിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിലേക്ക് ഞാനിതാ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് അതിൽ കുക്കറിലേക്ക് ഫുൾ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറൊന്ന് അടച്ച് വെച്ച് 2-3 വിസിലാക്കി എടുക്കാം. ഈ തേങ്ങ ഞാൻ ഗ്രീൻ പീസ് കുറുമയൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. പിന്നെ നൂൽപുട്ട് ചൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ നൂൽപുട്ട് വേണ്ട അതിനനുസരിച്ചിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച വെള്ളം ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നൂൽപുട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ നൂൽപുട്ട്. പിന്നെ കുറുമയിലേക്കുള്ള തേങ്ങ, കാറാമ്പൂവ്, പട്ട, ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തതാട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുക്കറൊന്ന് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നൂൽപുട്ടും ഗ്രീൻ പീസ് കുറുമയും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ബീഫായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബീഫിലേക്കുള്ള മസാലയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് വരട്ടിയതും ചക്കക്കുരും കയ്പ്പയ്ക്കയും ഉപ്പേരിയും പിന്നെ മോരുകറിയും നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടമാട്ടം ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫലൂദയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് പിന്നെ രാത്രിക്ക് നമ്മൾ ബ്രോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രോസ്റ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.